സ്വാഗതം. SST ഇംഗ്ലീഷ് എക്സാമിന് തയ്യാറെടുക്കുന്ന താങ്കൾക്ക് വേണ്ടി മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ് യു വിൽ ഗെറ്റ് ടു തിങ്സ്. ബേസിക്കലി ഒരു SST ഒരു ഒബ്ജക്റ്റീവ് ലൈക്ക് എക്സാമിനേഷന് സ്പെഷ്യലി നമ്മൾ ഒരു നോൺ ഡീറ്റെയിൽ ഭാഗത്ത് നിന്ന് എന്തുതരം ചോദ്യങ്ങൾ വരാം. അത് സെക്കൻഡ് പാർട്ട്. ആദ്യം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടത്. ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഐ എം എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്. ഇപ്പോൾ ലീവിലാണ്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേരി ഷെല്ലിനെ കുറിച്ചിട്ടും ഈ ബുക്കിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു കാര്യം, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് SST ഫാസ്റ്റ്, ഐ ഹാവ് എ പ്രോഗ്രാം വേർ ഐ ഹാവ് റെക്കോർഡഡ് ഓൾ ദീസ് തിങ്സ്. യു ക്യാൻ ലേൺ ഇറ്റ്. ദിസ് ഈസ് മൈ പ്രോഗ്രാം, എവറിഥിങ് ഈസ് ദെയർ. അതൊരു വളരെ ഷോർട്ടായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. യു ക്യാൻ ലേൺ ആൻഡ് ബൈ ദിസ്. താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, യു ക്യാൻ ക്ലിക്ക് ഇറ്റ് ആൻഡ് ഗോ ആൻഡ് കം. യെസ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രാങ്കൻസ്റ്റൈൻ, നമുക്ക് ഓത്തറിലാണ് തുടങ്ങുന്നത്. ആസ് യു നോ, ദി ഓത്തർ ഈസ് മേരി ഷെല്ലി. അത് നമുക്ക് പറയാൻ തന്നെ അറിയാം. പക്ഷേ മേരി ഷെല്ലിയുടെ ശരിക്കുള്ള പേര് എന്തായിരുന്നു? അവർ ജനിക്കുന്ന സമയത്ത് ചോദിച്ചാൽ മേരി വോൾസ്റ്റോൺ ക്രോഫ്റ്റ് ഗോഡ്വിൻ എന്നായിരുന്നു. ഷി വാസ് ബോൺ. അവർ ജനിച്ച സമയം ചോദിക്കാറില്ല, പക്ഷേ വോൾസ്റ്റോൺ ക്രോഫ്റ്റ് എന്ന ഗോഡ്വിൻ എന്നുള്ളതാണ് അവരുടെ ശരിക്കുള്ളൊരു പേര്, അവരുടെ ഫുൾ നെയിം. ഓക്കെ. അതിന് കാര്യം വെച്ചാൽ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് ഒരു ഫെമിനിസ്റ്റ് തിങ്കറാണ്. അവരുടെ അമ്മ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരുടെ ഫാദർ വില്യം ഗോഡ്വിൻ ആണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും, അച്ഛൻ്റെയും അമ്മയുടെയും പേര് സർനെയിം ആയിട്ടുണ്ട്. വളരെ സമീപകാലത്ത് നമ്മുടെ നാട്ടിലും അതേ ഒരു ട്രെൻഡുണ്ട്. അത് ഇവിടെ നമുക്ക് വളരെ മുമ്പ് തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ്. ഇവർ ഷെല്ലീനെ വിവാഹം കഴിച്ചിരുന്നു നമുക്കറിയാം. PSC ബിഷ് ഷെല്ലീനെ 1816 വിവാഹം. ആ വർഷത്തിന് വളരെ പ്രധാനമായിട്ടുണ്ട്. ആ വർഷം തന്നെയാണ് ഈ നോവലിൻ്റെ ഇത് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ നോവൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാരേജിന് ശേഷം ദർ വാസ് എ പാർട്ടി എന്നാണ് പറയുന്നത്. മാരേജിന് ശേഷം ഉടനെ അല്ല, ആ വർഷം. അതിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സ് പലരും ഉണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് എ കോമ്പറ്റീഷൻ. ആർക്ക് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സ്റ്റോറി എഴുതാൻ പറ്റും, ഗോസ്റ്റ് സ്റ്റോറി എന്ന്. ഈവൻ ലോർഡ് ബൈറൺ വരെ ഉണ്ടായിരുന്നു. അതിൽ ഇവർ പങ്കെടുക്കുകയും അങ്ങനെ എഴുതിയ ഈ നോവലാണ് നമ്മൾ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത്. 1818 പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ നെയിം അറിയണം. കാര്യം വെച്ചാൽ നമ്മുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടു. ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി അതർ നെയിം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ദ മോഡേൺ പ്രൊമത്യൂസ് എന്നുള്ളതാണ്. പ്രൊമത്യൂസ് എന്ന് പറയുന്നത് വളരെ ഇത് ഞാൻ പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വരുന്നതാണ്. ആരാണ് പ്രൊമത്യൂസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്രൊമത്യൂസ് ആണ് ഗോഡ്സിനെ ഡിഫൈ ചെയ്തുകൊണ്ട് മനുഷ്യന് ഫയർ തരുന്നത്, അതായത് അഗ്നി, നോളജ് ടു ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ സമാനമായ രീതിയിൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ലൈഫ്, അതായത് പുതിയ ജീവിതം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ മോഡേൺ പ്രൊമത്യൂസ് എന്ന് പറയുന്നത്. ഗോഡ് പണിഷ്ഡ് പ്രൊമത്യൂസ്. സിമിലർലി ഹിയർ ഫ്രാങ്കൻസ്റ്റൈൻ വാസ് ഓൾസോ പണിഷ്ഡ് എന്നുള്ളതാണ്. പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അനോണിമസ്ലിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. 1818 3 വോള്യൂമായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. മേരി ഷെല്ലിയുടെ പേര് വരുന്നത് 1823 എഡിഷനിലാണ് അവർ എക്നോളജ് ചെയ്യുന്നത്. 1831 അതിൻ്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ വന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഇതിൻ്റെ നാരേറ്റീവ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, അന്ന് കാലത്ത് പ്രധാനമായിട്ട് എപ്പിസ്റ്റലറി നോവൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതേ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രെയിം നാരറ്റീവ് ഉണ്ട്. അതായത് ആരാണ് നരേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. 3 നാരേറ്റീവ്സ് ഉണ്ട്. ഇതിൽ ശരിക്കും ആരാണ് നരേറ്റർ എന്ന് ചോദിച്ചാൽ റോബർട്ട് വാൾട്ടൺ എന്ന് എഴുതണം. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ റോബർട്ട് വാൾട്ടൺ തൻ്റെ സഹോദരിക്ക് എഴുതുന്ന കത്തുകളിലൂടെയാണ് ഈ കഥ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റോറിയും ക്രീച്ചേഴ്സ് നാരറ്റീവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ആംഗിളിൽ ഇത് കാണണം എന്നുള്ളതാണ്. എന്താണ് സ്റ്റോറി എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഫ്രെയിം സ്റ്റോറി എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും റോബർട്ട് വോൾട്ടൺ ആണ്. അദ്ദേഹം ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. നോർത്ത് പോളിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന് ലെറ്റർ ചെയ്തിട്ടുണ്ട്. സിസ്റ്ററുടെ പേര് മാർഗ്രറ്റ് സാവില്ലെ എന്നാണ്. പേരുകൾ ആകെ 3-4 പേരുകളുള്ളൂ. അപ്പോൾ അത് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അദ്ദേഹം നോർത്ത് പോളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സയൻറ്റിഫിക് ഡിസ്കവറി, ആൾക്കറിയാവുന്ന സയൻസിൻ്റെ ഗാൽവനിസമാണ് എക്സ്പ്ലോർ പോകുന്ന സമയമാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഇവരൊരു വലിയൊരു ക്രീച്ചറിനെയാണ് കാണുന്നത്. അതൊരു എന്താ പറയുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി പിന്നീട് അവർ ലേറ്റർ ദേ റെസ്ക്യൂ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അങ്ങനെ വിക്ടറാണ് ഈ കഥ പറയുന്നത്, എങ്ങനെയാണ് ഈ ക്രീച്ചർ ഉണ്ടായത്, എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാലോ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ടെസ്റ്റ് യു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്.
നമുക്ക് ഇത് നോക്കാം ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത്. ഓക്കെ, ആർ യു റെഡി? യാ, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇതിൽ പറയുന്നത്. താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇറ്റ് ഡസ് നോട്ട് മീൻ എനിത്തിങ്. ഇത് ഒരു ഇതിന് വേണ്ടി എന്താ പറയുക, അറിവിന് വേണ്ടി മാത്രമാണെന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ ഡിയർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം. ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഏത് ഫോമിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളതാണ്. ഇൻ വിച്ച് ഫോം ഈസ് നോവൽ ഫ്രാങ്കൻസ്റ്റൈൻ പ്രൈമർലി റിട്ടേൺ? ഡ്രാമാറ്റിക് മോണലോഗ് ആവില്ല നമുക്കറിയാം, കാര്യം നോവലായതുകൊണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആലഗോറിക്കൽ നാരറ്റീവ് ഓർ എപ്പിസ്റ്റലറി നാരറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിസ്റ്റലറി നാരറ്റീവ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ടു ഹൂം ഡസ് റോബർട്ട് വാൾട്ടൺ റൈറ്റ് ഹിസ് ലെറ്റർ എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞു. ഇതിൽ എലിസബത്ത് ലെവൻസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, പക്ഷെ അവരല്ല. മാർഗരറ്റ് സാക്വില്ലി ാണ് അവർ എഴുതുന്നത്. മേരി ഷെല്ലിക്ക് ആവാൻ സാധ്യതയില്ല. അഗത ഡിലേസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആർക്കാണ് കത്തെഴുതുന്നത് വെച്ചാൽ തൻ്റെ സിസ്റ്ററായിട്ടുള്ള മാർഗരറ്റ് സാവില്ലിക്കാണ് കത്തെഴുതുന്നത്. സാവിൽ എന്നാണ് പ്രൊനൗൺസിയേഷൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നൊരു ചോദ്യം സാധ്യതയുണ്ട്. നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ദെൻ ഇൻഗ്ലോസ്റ്റാട്ട് ആൻഡ് ഹെയ്ഡൽബർഗ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഇൻഗ്ലോസ്റ്റാട്ട്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്. അടുത്ത ആരാണ് ഫ്രാങ്കൻസ്റ്റൈനെ മോഡേൺ കെമിസ്ട്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. അത് പ്രൊഫസർ ക്രീമിയാണോ, ഹെൻറി സെർവാലാണോ, അതോ പ്രൊഫസർ വാൾട്ട്മാൻ ആണോ, അതോ അൽഫോൺസ് ഫ്രാങ്കൻസ്റ്റൈൻ ആണോ എന്നുള്ളത്. ഇതിൽ പ്രൊഫസർ വാൾട്ട്മാൻ ആണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെറിയൊരു റെഫറൻസേ ഉള്ളൂ, പക്ഷേ നമുക്കറിയാമല്ലോ എന്താണ് ചോദിക്കുക നമുക്കറിയാത്തതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി 3 ലിറ്റററി വർക്ക്സിനെ കുറിച്ച് ഈ വർക്കിൽ റെഫർ ചെയ്യുന്നുണ്ട്. 3 ലിറ്റററി വർക്ക്സ്. ഇത് 3ഉം അതിൻ്റെ കറക്റ്റ് ഇതിൽ മനസ്സിലാക്കിയാലേ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കുള്ളൂ. അതായത് ഈ ക്രീച്ചർ 3 പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അത് ഹ്യൂമാനിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അത് ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഇൻഗ്ലോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ഹ്യൂമാനിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആദ്യം ഏത് വർക്കാണ്, വിച്ച് ലിറ്റററി വർക്ക് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസസ് ക്രീച്ചേഴ്സ് തിങ്കിങ് എന്ന് ചോദിച്ചാൽ അത് പാരഡൈസ് ലോസ്റ്റ് ആണോ, ഹാംലെറ്റ് ആണോ, ഫെയറി ക്വീൻ ആണോ, ഗളിവേഴ്സ് ട്രാവൽസ് ആണോ? ഇതിപ്പോൾ എന്താ പറയുക, സാധാരണഗതിയിൽ ഇതിൽ വരുന്ന 3 വർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പാരഡൈസ് ലോസ്റ്റ് ആണ്. ഈ പാരഡൈസ് ലോസ്റ്റ് വായിച്ചിട്ടാണ് ഈ ക്രീച്ചർ വന്നിട്ട് അതിൽ ആഡമായിട്ടാണ് ഈ ക്രീച്ചർ ഇതിനെ സങ്കല്പിക്കുന്നത്. സോ ഫസ്റ്റ് മാൻ ഓൺ എർത്ത്, കാരണം ഫസ്റ്റ് ക്രീച്ചർ ആണല്ലോ. അങ്ങനെ ഇതിനൊരു പാർട്ട്ണർ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു പാർട്ട്ണറെ കിട്ടാത്തതിലാണ് അത് എല്ലാ ഇതും ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്രീച്ചറിൻ്റെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായത് ഐ നീഡ് എ പാർട്ട്ണർ ജസ്റ്റ് ലൈക്ക് ഗോഡ് ക്രിയേറ്റഡ് വൺ, യു നീഡ് ടു ക്രിയേറ്റ് വൺ ഫോർ മീ എന്നുള്ളൊരു ഇതാണ് അവിടെ വരുന്നത്. ഓക്കെ ഡിയർ. അപ്പോൾ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളതാണ് ഈ ക്രീച്ചറിൻ്റെ ഇതിനെ നല്ലതായിട്ട് ബാധിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റിയും ഇമോഷനും ഏത് ബുക്ക് നോക്കിയിട്ടാണ് ഈ ക്രീച്ചർ പഠിക്കുന്നതെന്ന് ചോദിക്കാം. അതായത് വിച്ച് ബുക്ക് ടീച്ചേഴ്സ് ദ ക്രീച്ചർ അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഇമോഷൻ? അപ്പോൾ മനുഷ്യ സമൂഹത്തെ ഇതാക്കുന്നത് ഡോൺ ക്യുയാർട്ടി ആണോ, ദ സോറോസ് ഓഫ് യങ് ബേർത്തർ ആണോ, റോബിൻസൺ ക്രൂസോ ആണോ, പ്രൈഡ് ആൻഡ് പ്രിജുഡിസ് ആണോ എന്നുള്ളതാണ്. ഇതിൽ സോറോസ് ഓഫ് യങ് ബേർത്തർ എന്ന് പറയുന്ന ഗോത്തയുടെ വർക്കിലാണ് അത് ഇൻഫ്ലുവൻസ് ആയിട്ട് ഹ്യൂമൻ സൊസൈറ്റിനെയും ഇമോഷൻസും അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് കൺഫ്യൂഷൻ വരാതെ നോക്കണം. പിന്നെ ഒരു ബുക്ക് കൂടി ഇത് വായിക്കുന്നുണ്ട്. വിച്ച് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ഡസ് ദ ക്രീച്ചർ റീഡ് ടു ലേൺ അബൌട്ട് ഹ്യൂമൻ സിവിലൈസേഷൻ? ഏത് മനുഷ്യൻ്റെ ഒരു സിവിലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഏത് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റാണ് വായിക്കുന്നത്? ഈസ് ഇറ്റ് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ? ഈസ് ഇറ്റ് പ്ലൂട്ടാർക്ക് ലൈഫ്? ഈസ് ഇറ്റ് ദ പ്രിൻസ് ഓർ ലെവിഥാൻ? അപ്പോൾ അൾട്ടിമേറ്റ്ലി പ്ലൂട്ടാർക്സ് ലൈഫാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ഇതിൻ്റെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പാരഡൈസ് ലോസ്റ്റ് ആണ്. ഏതാണ് ഹ്യൂമൻ സൊസൈറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്? ദ സോറോസ് ഓഫ് യങ് ബേർത്തർ ആണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് വായിക്കുന്നത്? പ്ലൂട്ടാർക്സ് ലൈഫാണ്. ഈ ഒരു ഭാഗത്ത് ചോദ്യം വന്ന് തെറ്റിക്കരുത്, ഞാൻ എടുത്ത് പറയുന്നു. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. എന്ത് നാച്ചുറൽ സെറ്റിംഗ് ആണ്, വിച്ച് നാച്ചുറൽ സെറ്റിംഗ് ഫ്രീക്വൻലി റിഫ്ലക്ട്സ് വിക്ടേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഏതാണ് ഇമോഷണൽ സ്റ്റേറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈസ് ഇറ്റ് ഫോറസ്റ്റ്, റിവേഴ്സ്, ഡെസേർട്ട്, മൗണ്ടൻസ് ആൻഡ് ഗ്ലേസിയേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. ഇത് മൗണ്ടൻസ് ആൻഡ് ഗ്ലേസിയേഴ്സ് എന്നുള്ളതാണ് ഉത്തരം. സോറി ഡിയേഴ്സ്. 9th വൺ എന്ന് പറയുന്നത് വിച്ച് റൊമാൻറ്റിക് തീം ഈസ് സ്ട്രോങ്ലി പ്രസൻറ്റ് ഇൻ ദ നോവൽ എന്നുള്ളതാണ്. which is it the celebration of industrialization, power of nature, mechanical progress or political realism എന്നുള്ളതാണ്. റൊമാൻറ്റിക് തീം ആയതുകൊണ്ട് പവർ ഓഫ് നേച്ചർ എന്ന് തന്നെ എഴുതണം. ബാക്കിയെല്ലാം നമുക്ക് റൊമാൻറ്റിക് തീം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ വിച്ച് ഈസ് വിക്ടേഴ്സ് പ്രൈമറി മോട്ടിവേഷൻ ഫോർ ക്രിയേറ്റിംഗ് ലൈഫ് എന്നുള്ളതാണ്. എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തത്? ഈസ് ഇറ്റ് ഫോർ ഫെയിം ആൻഡ് സയൻറ്റിഫിക് ഗ്ലോറി? ഈസ് ഇറ്റ് എ റിവെഞ്ച് അഗേൻസ്റ്റ് സൊസൈറ്റി? ഈസ് ഇറ്റ് ഫോർ ഹെൽപ്പിംഗ് ഹ്യൂമാനിറ്റി? ഓർ ഈസ് ഇറ്റ് ക്യൂരിയോസിറ്റി അബൌട്ട് ഡെത്ത്? ഫെയിം ആൻഡ് സയൻറ്റിഫിക് ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ്
വിക്ടർ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇനി ഏത് റോളാണ്, വിച്ച് കോൺസെപ്റ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് വിക്ടേഴ്സ് റോൾ ഇൻ ദ നോവൽ? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ത് റോളാണ്? ഈസ് എ ട്രാജിക് ഹീറോ, ഈസ് എ എപ്പിക് ഹീറോ, ഈസ് എ കോമിക് ഹീറോ ഓർ എൻ ആൻറ്റി ഹീറോ? ഇതിൽ എപ്പിക്കും അല്ല കോമിക്കും അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈസ് എ ട്രാജിക് ഓർ ആൻറ്റി എന്നുള്ളതാണ്. ഈസ് എ ട്രാജിക് ഹീറോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ സ്ട്രക്ചർ ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ കണ്ടെയ്ൻസ് ഹൗ മെനി മേജർ നാരറ്റീവ് ലെയേഴ്സ്? അതായത് നാരറ്റീവ് ലെയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. ഈസ് ഇറ്റ് 1, 2, 3 ഓർ 4 എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു 3 ലെയേഴ്സ് ആണുള്ളതെന്നുള്ളത്. അപ്പോൾ 3 എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വണ്ണ് ഏത് ബിബ്ലിക്കൽ ക്രീച്ചറിനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇസ് ഇറ്റ് ആഡം? കാരണം ഏത് ബുക്ക് വായിച്ചിട്ടാണ് അത് ഇൻഫ്ലുവൻസ് ആവുന്നത്? യാ, വെരി ഗുഡ്. യാ. വിച്ച് തീം ഈസ് സെൻട്രൽ ടു ദ നോവൽ എന്നുള്ളതാണ്. ഇത് വളരെ എന്താണ്, കൊളോണിയൽ എക്സ്പാൻഷൻ ആണോ, കോൺസിക്വൻസ് ഓഫ് അൺചെക്ഡ് സയൻറ്റിഫിക് അംബീഷൻ ആണോ, റിലീജിയസ് റിഫോം ആണോ, പൊളിറ്റിക്കൽ റവല്യൂഷൻ ആണോ? ഇതൊരു ചോദ്യമായിട്ട് വരില്ല, പക്ഷേ കോൺസിക്വൻസസ് ഓഫ് അൺചെക്ഡ് സയൻറ്റിഫിക് അംബീഷൻ എന്നുള്ളതാണ് ഇതിന് ഉത്തരം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് വിക്ടർ ചൂസ് ടു ക്രിയേറ്റ് ഫീമെയിൽ ക്രീച്ചർ? ഇത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. വിച്ച് പ്ലേസ് ഡസ് വിക്ടർ ചൂസ് ടു ക്രിയേറ്റ് ദ ഫീമെയിൽ ക്രീച്ചർ? അതിൽ നിങ്ങൾക്കറിയാം കഥയിൽ അദ്ദേഹം ഒരു ഫീമെയിൽ ക്രീച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ആ തിങ്കിങ് ഓഫ് എക്സ്പാൻഷൻ, അതായത് ഈ ക്രീച്ചേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഹ്യൂമാനിറ്റിക്ക് ഉണ്ടാക്കുന്ന ഭയം ഓർത്തിട്ടാണ് അതിനെ നശിപ്പിച്ച് കളയുന്നത്. ഇസ് ഇറ്റ് ജനീവ ഓർ ഇസ് ഇറ്റ് സ്കോട്ട്ലാൻഡ്, ഓർക്കനി ഐലൻഡ്സ്, ഇസ് ഇറ്റ് ഫ്രാൻസ് ഓർ ജർമ്മനി എന്നുള്ളതാണ്. ഓർക്കനി ഐലൻഡ്സ് ആണ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സ്കോട്ട്ലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ലിറ്റററി മൂവ്മെൻ്റ് ആണ് ഫ്രാങ്കൻസ്റ്റൈൻ മോസ്റ്റ്ലി അസോസിയേറ്റ് വിത്ത്? ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, പക്ഷേ റൊമാൻറ്റിസമാണ്. നമ്മൾ ആ ഒരു ചിലപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോട് വേണ്ടി ചോദിച്ചതാണ്. യെസ് ഡിയർ, വിച്ച് എലമെൻറ്റ് ഓഫ് ഗോതിക് ലിറ്ററേച്ചർ അപ്പിയർ സ്ട്രോങ്ലി ഇൻ ദ നോവൽ എന്നുള്ളതാണ്. ഇത് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ് ഇറ്റ് കോമിക് ഐറണി, ഇസ് ഇറ്റ് പൊളിറ്റിക്കൽ സെറ്റയർ, സോഷ്യൽ റിയലിസം ഓർ സൂപ്പർ നാച്ചുറൽ ഹൊറർ ആൻഡ് ഐസൊലേഷൻ എന്നുള്ളതാണ്. കോമൺലി നമുക്കത് അറിയാൻ പറ്റും. എന്താണ്? സൂപ്പർ നാച്ചുറൽ ഹൊറർ ആൻഡ് ഐസൊലേഷൻ. വെരി ഗുഡ്. യെസ്. വിച്ച് സിംബോളിക് റോൾ ഡസ് ഫയർ പ്ലേ ഇൻ ദ ക്രീച്ചേഴ്സ് ലൈഫ്? ഫയർ എന്ത് റോളാണ് ഒരു ക്രീച്ചറിൻ്റെ ഇതിൽ ഇതാക്കുന്നത്? ഇസ് ഇറ്റ് പവർ ആൻഡ് ഡിസ്ട്രക്ഷൻ, ഇസ് ഇറ്റ് നോളജ് ആൻഡ് സഫറിങ്, റിലിജ്യൻ ആൻഡ് ഫ്രീഡം എന്നുള്ളതാണ്. ഫയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് നോളജ് ആൻഡ് സഫറിങ് എന്നുള്ളതാണ്. 19th ക്വസ്റ്റ്യൻ, വിക്ടേഴ്സ് ഫെയിലിയർ മെയിൻലി റെപ്രസെൻറ്റ്സ് വിച്ച് മോറൽ ഐഡിയ എന്നുള്ളതാണ്. അതായത് വിക്ടറിൻ്റെ പരാജയം ഏത് മോറൽ ഐഡിയനെയാണ് ഇതാക്കുന്നത്? ഈസ് ഇറ്റ് ഹ്യൂമൻ വീക്ക്നെസ് ബിഫോർ നേച്ചർ, ഈസ് ഇറ്റ് ഡേഞ്ചേഴ്സ് ഓഫ് പ്ലേയിങ് ഗോഡ്, ഈസ് ഇറ്റ് ദ ഇനവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ഓർ പവർ ഓഫ് സോഷ്യൽ ഹൈറാർക്കി? നമുക്കത് 2 ചോദ്യങ്ങളാണ്, എ ഓർ ബി എന്നുള്ളതാണ് തോന്നുക. അത് ബി ആണ് എന്നാണ് അതിൻ്റെ ഉത്തരം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദി എൻഡ് ഓഫ് ദ നോവൽ വേർ ഡസ് ദ ക്രീച്ചർ പ്ലാൻ ടു ഗോ എന്നുള്ളതാണ്. Is it to mountains of Switzerland? Is it forest of Germany? Is it desert of Asia? Is it northern ice and darkness എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണോ അത് ഞാൻ പറയണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, നോർത്തേൺ ഐസ് ആൻഡ് ഡാർക്ക്നെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനുണ്ടായിരുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വൺസ് അഗൈൻ ഐ ടെൽ യു, if you want to study fast, I have a program. It's a one-time investment. The link is in the below. You can join immediately and start learning. Otherwise, thank you very much. I will see you in the next. Don't forget to mention your score just for the sake of it. See you. Thank you.